നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പി.വി. അൻവറിന്റെ UDF പ്രവേശന ചർച്ചകൾ സജീവമാകുന്നു. അൻവർ ഉൾപ്പെടെ ആരുടെ പിന്തുണ ലഭിച്ചാലും സന്തോഷമാണെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. അൻവറിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് UDF നേതൃത്വമാണെന്ന് മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയ് മീഡിയ വണ്ണോട് പറഞ്ഞു. വിഷയത്തിൽ ഒന്നും പറയാനില്ല എന്നായിരുന്നു VD സതീശന്റെ ഇന്നത്തെ പ്രതികരണം. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ അൻവറിനെ അവഗണിച്ച UDF നേതൃത്വം ഇനി അങ്ങനെയല്ലെന്ന സൂചന നൽകുന്നതായിരുന്നു ഫലം വന്നതിന് ശേഷമുള്ള നേതാക്കളുടെ പ്രതികരണം. അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ച് നേടിയ 20,000-ഓളം വോട്ടുകളിൽ അൻവറിന്റെ കരുത്ത് അംഗീകരിക്കുന്നുണ്ട് UDF നേതാക്കൾ. അൻവർ ഉൾപ്പെടെ ആരുടെ പിന്തുണയും സ്വീകരിക്കുമെന്ന് നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ആര് പിന്തുണ വാഗ്ദാനം ചെയ്താലും ഞാൻ നോ പറയില്ല. എന്നെ എതിർത്തവരോടും സൗഹാർദ്ദപരമായി പെരുമാറാനാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്തുണ എപ്പോഴും നല്ലതല്ലേ, അതിലെന്താ പ്രശ്നമുള്ളത്? അൻവറിനെ UDF ഘടകകക്ഷിയാക്കുന്നത് UDF നേതൃത്വം തീരുമാനിക്കണമെന്ന് മലപ്പുറം DCC അധ്യക്ഷൻ VS ജോയ് പറഞ്ഞു. ഞങ്ങൾ നിലമ്പൂരിലെ ആളുകൾ തീരുമാനിക്കേണ്ട കാര്യമല്ല, UDFിന്റെ സംസ്ഥാന നേതൃത്വം സംസാരിച്ച് ഉചിതമായൊരു തീരുമാനമെടുക്കും. രണ്ടാം പിണറായി സർക്കാരിനെ നിശിതമായി വിമർശിച്ച് മുന്നോട്ട് പോകുന്ന തനിക്ക് രാഷ്ട്രീയ അഭയം ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ അൻവർ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം നിലപാട് മയപ്പെടുത്തിയിരുന്നു. ഞാൻ പറയുന്നത് വസ്തുതാപരമാണ് എന്ന് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ശേഷിയില്ല ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ UDFിന്റെ നേതൃത്വത്തിലുണ്ട്. അൻവറിന്റെ UDF സഹകരണത്തിൽ ഒന്നും പറയാനില്ലെന്നായിരുന്നു UDF ചെയർമാൻ VD സതീശന്റെ ഇന്നത്തെ പ്രതികരണം. അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ ഞാൻ പറഞ്ഞില്ല, നോ കമന്റ്സ് എന്ന് പറഞ്ഞാൽ നോ കമന്റ്സ് ആണ്. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയവും അതിനുള്ള പിന്തുണയും കരുത്താകുമെന്നാണ് UDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട് നിർണായകമാകും. ടീം മീഡിയ 1 നിലമ്പൂർ.